ഹലോ ഹായ് കൂട്ടുകാരേ, കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ വീഡിയോ ഇടാം. അപ്പോൾ അത് അടുക്കളയിലോട്ട് പോകാനായിട്ട് ഇട്ടിട്ട് അങ്ങനെ അടുക്കളയിലോട്ട് വന്നു. എല്ലാവരും ഉറക്കമാണ്. ഞാൻ ഇപ്പോൾ രാവിലെ എഴുന്നേക്കും. ഞങ്ങൾ ആ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചൂടുണ്ട്. അങ്ങനെ ഇവിടെ നിൽക്കുക. അപ്പോൾ അതാ നമ്മൾ എഴുന്നേറ്റ് വന്ന ഉടനെ നമ്മൾ അക്കു ചാടി എണീക്കും കേട്ടോ. എന്തുവാടാ അഞ്ചു, തുറന്നു വിടണോ? തുറന്നു വിടാൻ റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. ആളെയൊക്കെ എടുത്തൊന്ന് വെള്ളത്തിലോട്ട് ഇടുവാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ഐസ് പോയെന്നല്ലേ നമുക്കൊന്ന് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പാത്രം എല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ അതിനുള്ള പരിപാടിക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ദോശയായിരുന്നു, പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിത്തെ ചപ്പാത്തി നമ്മൾ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി വാങ്ങിക്കുകയാണ് കൂടുതലും. ഉണ്ടാക്കാൻ ഇവിടെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അല്ല, ചപ്പാത്തി അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിചാരിച്ച് ദോശയും ചപ്പാത്തിയും ഉണ്ട്, അതും കൊടുക്കണം. പിന്നെ 2 പൊതി ചോറ് കൊടുക്കണം കേട്ടോ. അത് പിന്നെ ഞാൻ എന്താ പറയുന്നത്, മുമ്പേ പോയതായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്ന് കൊടുക്കണം. നേരത്തെ എന്ന് വെച്ചാൽ ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോഴേ അങ്ങനെ ചിലപ്പം നമുക്കങ്ങനെ പറയാറുണ്ട് കേട്ടോ. എന്താ പറയുന്നത്, അങ്ങനെ പറയാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ എത്തിക്കാമെന്ന് പറയും. ഉറപ്പ് പറയത്തില്ല, കാരണം എൻ്റെ കാര്യമല്ലേ, എനിക്ക് പെട്ടെന്ന് വയ്യാതായാൽ തീർന്നു. അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റി. എനിക്ക് പക്ഷേ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് സത്യം പറയാമല്ലോ കേട്ടോ, സ്ഥിരമായിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ അവരവിടെ കാത്തിരിക്കും. അപ്പം നമ്മൾ കൊണ്ടെത്തിക്കുക. അപ്പോൾ അവർ പ്രാർത്ഥിക്കുമായിരിക്കും, അയ്യോ മോൾക്ക് കൊണ്ടുവരാൻ പറ്റണേ. എൻ്റെ ഒരു മനസ്സിന് തോന്നലാണ് കേട്ടോ. തോന്നലാണോ സത്യമായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയാണോ എന്തോ ഫുഡ് കൊടുക്കുന്ന ഒരു ഞാൻ ചെല്ലുന്ന ദിവസം അവർക്കറിയാം. അപ്പോൾ എന്നെ കാത്തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് സത്യം 6 പേരുണ്ട് കേട്ടോ. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെയും കൊടുക്കാൻ പറ്റി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കവർക്ക് എൻ്റെ എന്താ പറയുക, എനിക്ക് ആരോഗ്യമുള്ള സമയം വരെ കൊടുക്കാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വലിയൊരു എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം എനിക്ക് അങ്ങനെ കൊടുക്കുന്നത് തന്നെ. അവർ തന്നെ പറയുന്നു, ഇങ്ങനെ കൊണ്ടുതരാൻ തോന്നുന്നല്ലോ ആ മനസ്സ്. നമുക്ക് എന്താ പറയുക, പൈസ കൊടുത്തൊന്നും പറ്റത്തില്ല. അപ്പോൾ ഫുഡിൻ്റെ കൂടെ കുറച്ച് ഫുഡും കൂടെ ഒന്ന് നമ്മൾ കരുതിയാൽ അവർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. എന്തായാലും ദൈവം ഇതുവരെ എത്തിച്ച്, ഇനിയും കുറച്ച് നാളും കൂടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ പോകുമ്പോഴൊക്കെ ഒരു പൊതി ചോറൊക്കെ എടുത്ത് വഴിയിലുള്ളവർ കൊടുത്താൽ ഒരു നേരത്തെ വിശപ്പ് മാറിയാൽ അത്രയും അല്ലേ. നമ്മൾ വിശപ്പിൻ്റെ വില നമുക്കെല്ലാം അറിയാം. കാരണം നമ്മൾക്ക് ഒരു നേരം ചിലപ്പോൾ ഒക്കെ എവിടെയും ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പം അന്നേരം ഈ ആശുപത്രി തന്നെ പോയാലും നമുക്ക് സമയത്ത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വിശപ്പ് ഇങ്ങനെ, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം നമുക്കങ്ങനെ എന്താ പറയുക കഴിക്കാതെ കിടക്കാൻ, നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാൻ ഫുഡ് എല്ലാവർക്കും കാണുമല്ലോ. പക്ഷേ അപ്പോൾ അവർ ഒരു നേരം കിട്ടപ്പോൾ തന്നെ എന്തുമാത്രം സന്തോഷമായിരിക്കും അല്ലേ. വലിയ പുണ്യം കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ അവരെന്നോട് പറഞ്ഞു, ഞാൻ ചോറ് കൊണ്ട് കൊടുത്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്തോ പായസം കൂട്ടി ചോറ് കഴിക്കുന്നതെന്നൊക്കെ. പായസമൊക്കെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൊണ്ട് കൊടുത്തെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജോലികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീയൽ പോലെ വെച്ചിട്ട് അതിനകത്ത് തോരൻ പരിപ്പ് വേവിച്ച് ചേർക്കും കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചതാണ്, തീയലല്ല, തേങ്ങ അരച്ച കറിയാണ്. അതിനകത്ത് മുളകുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച്, പക്ഷേ നല്ല ടേസ്റ്റാണ് ദോശയ്ക്ക് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഉള്ളിയും കിഴങ്ങും പച്ചമുളകും ഇതൊക്കെ തന്നെയാണ് ചേർക്കുന്നത്, വേറെ ഒന്നും ചേർക്കാറില്ല. സാധാരണ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, പക്ഷേ കുക്കറിൽ വെച്ച് ചെയ്യുമ്പോഴും നമ്മൾ തീയലിൽ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ്. രണ്ട് വ്യത്യാസമാണ്. ഇങ്ങനെ എന്താ പറയുന്നത്, ഈ ഇരുമ്പേട്ടി വെക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് ആ മോപ്പ് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുവാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇങ്ങനെ ഒന്ന് കഴുകിയിട്ടെ. അപ്പോൾ ആ ജോലികളൊക്കെ കഴിഞ്ഞു, ഇനി എല്ലാം ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ആ ചപ്പാത്തിയും ചുട്ട് ദോശയും മോള് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതും തയ്യാറായി. അപ്പോഴത്തേക്ക് ഒരു 8 മണിയേ ആയുള്ളൂ. 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ജോലിയൊക്കെ തീർക്കും. ഞാനിപ്പോൾ വെളുപ്പിലെ എഴുന്നേക്കും കേട്ടോ. അതൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെ കൊടുക്കുന്ന ദിവസം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും വെളുപ്പിലെ 6 മണിക്ക് മുമ്പേയൊക്കെ എഴുന്നേൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അപ്പോഴിതാ നമ്മളെല്ലാം ഒതുക്കി ഇനി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കേ, ബൈ.